നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസ്സിന് ഇപ്പോൾ ചെറുതല്ലാത്ത ആശ്വാസമുണ്ട്. നേരത്തെയൊക്കെ ഏത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പ്രശ്നം എന്ന് വെച്ചാൽ അത് വിമതശല്യമായിരുന്നു. എവിടെയും റിബൽ കയറി മത്സരിക്കും. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം ആ പാർട്ടിയിൽ നിന്നുള്ള റിബലുകളായിരുന്നു. കഴിഞ്ഞ തവണ 2 കോർപ്പറേഷനുകൾ എറണാകുളവും കൊച്ചിയും തൃശ്ശൂരും UDFനും കോൺഗ്രസിനും നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ആ പാർട്ടിയിലെ റിബലുകൾ തന്നെയായിരുന്നു. പ്രമുഖ നേതാക്കളാണ് പലപ്പോഴും റിബലുകളായി മത്സരിച്ച് പാർട്ടിയുടെ സ്വന്തം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നത്. എന്നാൽ ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ കാര്യമായ റിബലുകളും ഒന്നും ഇല്ല എന്ന ആശ്വാസമാണ് പാർട്ടിക്കുള്ളത്. എറണാകുളത്തും തൃശ്ശൂരും തിരുവനന്തപുരത്തും കോഴിക്കോടുമെന്നും കോർപ്പറേഷനുകളിൽ ഇപ്പോൾ റിബലുകളെ കാണാനേയില്ല. കാരണം ഇത്തവണ കൂടി ഭരണം കിട്ടിയില്ലെങ്കിൽ തങ്ങളൊക്കെ റോട്ടിലിറങ്ങി തെണ്ടേണ്ടി വരുമെന്ന് പല കോൺഗ്രസ് നേതാക്കളും മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തവണ റിബലായി മത്സരിച്ച് പാർട്ടിയുടെ സാധ്യതയെ ഇല്ലാതാക്കാൻ ഇവരാരും ശ്രമിക്കുന്നില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ കൊച്ചി നഗരസഭ വലിയൊരളവോളം UDFൻ്റെ കയ്യിൽ ഇരിക്കുമെന്ന് ഉറപ്പിച്ചതാണ്. അപ്പോഴാണ് കൂറുമാറ്റവും പാലം വലിക്കലുമെല്ലാം നടന്നത്. അതേപോലെ തന്നെ UDFൻ്റെ കോൺഗ്രസിൻ്റെ വിമതനായി മത്സരിച്ച MK വർഗീസ് അവസാനം തൃശ്ശൂരിൽ ഇടതുമുന്നണിയുടെ പിന്തുണയോടെ 5 വർഷം മേയറായിരുന്നു. ഇപ്പോൾ അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുകയാണ്. എന്നാൽ ഇത്തവണ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള വിമതശൈല്യം കോൺഗ്രസിന് നന്നേ കുറവാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 കൊല്ലം അടുപ്പിച്ച് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പാർട്ടിക്കാർക്കെല്ലാം നല്ല ബുദ്ധി ഉദിച്ചു എന്നാണ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ റിബലായി മത്സരിക്കാനോ വിമതനായി മത്സരിക്കാനോ ആരും ഒരുങ്ങുന്നില്ല. ഇത്തവണ റിബലോ വിമതനായാൽ മത്സരിച്ചാൽ പിന്നെ അടുത്ത തവണ മത്സരിക്കാൻ പാർട്ടിയെ ഉണ്ടാകില്ല എന്നുള്ള അവസ്ഥയാണ് കോൺഗ്രസ് കേരളത്തിൽ നേരിടുന്നത്. 10 വർഷം പ്രതിപക്ഷത്തിരുന്നു. ഇനി അടുത്ത തവണ ഭരണം കിട്ടിയില്ലെങ്കിൽ ഈ പാർട്ടിയുടെ അന്ത്യകൂദാശ നടത്തേണ്ടി വരുമെന്ന് നേതാക്കന്മാരും അണികളും ഒരുപോലെ മനസ്സിലാക്കിയതുകൊണ്ട് ഇത്തവണ കാര്യമായ റിബൽ ശല്യം ഇല്ല എന്ന സമാശ്വാസത്തിലാണ് കോൺഗ്രസ്. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും മാത്രമല്ല, പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലുമെല്ലാം ഈ വിമതന്മാരാണ് പലപ്പോഴും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സാധ്യതകളെ അട്ടിമറിക്കുന്നത്. എന്നാൽ ഇത്തവണ ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും വിമതശൈല്യം നന്നേ കുറവാണ്. അതിൻ്റെ കനത്ത ആശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. എല്ലാവരും ഇക്കാര്യം തുറന്നു പറയുന്നുമുണ്ട്. ഇത്തവണ തങ്ങൾക്ക് വിമതരെയും റിബലുകളെയും പേടിക്കേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തിറങ്ങുമ്പോൾ വലിയ പിന്തുണ പാർട്ടി അണികളിൽ നിന്നും കിട്ടുന്നുണ്ട്. ആരും റിബലായും വിമതനായും മത്സരിക്കാൻ ഇത്തവണ കാര്യമായി തയ്യാറാവുന്നില്ല എന്ന സൂചനയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം നൽകുന്നത്. അതിൽ അവർക്ക് വലിയ ആശ്വാസവുമുണ്ട്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണ് ഇവർക്ക് ഇത്ര വിമതശൈല്യം കുറഞ്ഞ കാലഘട്ടം ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു കഴിഞ്ഞ 50 വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ കോൺഗ്രസിന് ഏറ്റവും വിമതശല്യം കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയിരുന്നത്, അല്ലെങ്കിൽ നേതാക്കൾ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും വലിയ ആശ്വാസത്തിലാണ്, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. വിമതന്മാർ താരതമ്യേന വളരെ കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികൾക്കും വലിയ ആത്മവിശ്വാസമുണ്ട്. ഇത്തവണ തങ്ങൾ ജയിച്ചു കയറും. കാരണം വിമതരില്ലല്ലോ, റിബലില്ലല്ലോ. അതുകൊണ്ട് പാലം വലിയുണ്ടാവില്ലല്ലോ, കുത്തിത്തിരിപ്പുണ്ടാവില്ലല്ലോ എന്നൊരു ആശ്വാസം യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനും കോൺഗ്രസ് നേതാക്കൾക്കും അണികൾക്കും നന്നായുണ്ട്.